അക്ഷരാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിലൊരു തെരുവ് യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോവുകയാണ്. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. സമരഗേറ്റിന് മുൻവശമാണ് ആദ്യം പ്രവർത്തകർ എത്തിയത്. അവിടെ വെച്ച് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടർന്ന് ജലവീരങ്കി അടക്കം പ്രയോഗിക്കുന്ന നിലയിലേക്ക് പോലീസ് പോയി. അതിനിടയിലാണ് ചില വനിതാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തിയത്. അതാണ് പിന്നീട് സംഘർഷം വീണ്ടും രൂക്ഷമാക്കിയത്. അവിടെ സമരക്കാർ ഉപയോഗിച്ചിരുന്ന കസേരയൊക്കെ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് പ്രവർത്തകർ വലിച്ചെറിയുന്ന നിലയുണ്ടായി. അതിനിടയിൽ തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കാത്ത തരത്തിൽ സൗത്ത് ഗേറ്റിന് സമീപത്തേക്ക് പ്രവർത്തകർ ഇരച്ചെത്തുകയും അവിടെ നിന്ന് ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയും പിന്നീട് പോലീസുമായി അവിടെ ഉന്തും തള്ളും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു. ബാരിക്കേഡ് അതിനിടയിൽ മറിച്ചിട്ടു, പ്രവർത്തകർ റോഡിലേക്ക് വലിച്ചിട്ടു. അതിപ്പോൾ പോലീസ് വീണ്ടും പഴയപടിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും സംഘർഷാവസ്ഥ ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പരമാവധി പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പോലീസ് സംയമനം പാലിക്കുന്നുണ്ട്. ലാത്തി ചാർജ് എന്ന നടപടിയിലേക്ക് ഇതുവരെ പോലീസ് കടന്നിട്ടില്ല. ഒരു ഉന്തും തള്ളും എന്നതിനപ്പുറത്തേക്ക്, വാക്കേറ്റം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴും കാര്യങ്ങൾ കടന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും സംഘർഷാവസ്ഥ ഒഴിഞ്ഞു എന്ന് പറയാനും കഴിയില്ല. തത്സമയ ദൃശ്യങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് പ്രേക്ഷകർ കാണുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, ഈ സാധാരണ സമരഗേറ്റിന് അടുത്ത് കാണുന്ന ദൃശ്യങ്ങൾ അത് ഇന്ന് അപ്രതീക്ഷിതമായി പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഈ സൗത്ത് ഗേറ്റിനടുത്തുകൂടി പ്രവർത്തകർ അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നു. അവിടെയും സമരഗേറ്റിന് സമീപത്തും ഒരേ സമയം പൂർണ്ണാർത്ഥത്തിൽ സംഘർഷാവസ്ഥ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ, എന്താണ് ഉമേഷ്? പൂർണ്ണമായും റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസിന്റെ തന്നെ ബാരിക്കേഡുകൾ അത് റോഡിലേക്ക് മറിച്ചിട്ടുകൊണ്ടായിരുന്നു ഈ ഒരു പുതിയ സമര രീതി യൂത്ത് കോൺഗ്രസ് എടുത്തത്. പക്ഷേ ഇപ്പോൾ ഓരോ ബാരിക്കേഡുകളായി പോലീസ് മാറ്റുന്നുണ്ട്. പോലീസ് മാറ്റുമ്പോഴും ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നുള്ള വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവരുടെ പ്രതിഷേധമാണ് ഇപ്പോഴും തുടരുന്നത്. അവർ ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന 3 ബാരിക്കേഡുകൾ ഇവിടെ നിന്ന് മാറ്റി. എന്നാൽ ഇപ്പോഴും ഏറ്റവും അവസാനത്തെ ബാരിക്കേഡിന് മുകളിൽ വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം ഒരു സമരം ഈ സമീപകാലത്തൊന്നും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിട്ടില്ല. കാരണം സമരഗേറ്റിന് മുന്നിലായിരിക്കും എല്ലാ സമരങ്ങളും. സമരഗേറ്റിന് മുന്നിൽ തന്നെ ഒരുപക്ഷെ ജലവീരങ്കിയും എല്ലാം പ്രയോഗിച്ച് അവിടെ ചിലപ്പോൾ സംഘർഷത്തിലേക്ക് മാറിയാൽ പോലും അതിന്റെ പരിസരത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ സൗത്ത് ഗേറ്റിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. സൗത്ത് ഗേറ്റിൽ വരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടന്നെത്തി ഈ ഗേറ്റ് മറികടന്ന് സെക്രട്ടേറിയറ്റിനകത്തേക്ക് ചാടാനുള്ള ശ്രമങ്ങൾ തടഞ്ഞ് ഇപ്പോൾ സൗത്ത് ഗേറ്റിന് മുന്നിലെത്തി പ്രതിഷേധം ശക്തമായി സൗത്ത് ഗേറ്റിന് മുന്നിൽ തുടരുകയാണ്. സൗത്ത് ഗേറ്റിന് മുന്നിൽ തൊട്ട സമീപത്തെ, അതായത് നേരെ തൊട്ട ഓപ്പോസിറ്റുള്ള റോഡിലേക്ക് ഈ പ്രതിഷേധങ്ങൾ മാറി. അവിടെ ബാരിക്കേഡുകൾ വലിച്ചിട്ട് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ സമരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഈ ഒരു ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ആ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. എന്തായാലും അവരെ മാറ്റാൻ പോലീസ് ശ്രമിക്കുമ്പോഴും ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ഈ സമരം തുടരുകയാണ്. എന്തായാലും KSRTC ബസ്സുകളെല്ലാം സമീപത്ത് കൂടി ഉടൻ അറസ്റ്റ് ചെയ്ത് നിൽക്കും. ഉടൻ ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള പോലീസ് സ്ഥാനടക്കം ഇപ്പോൾ ഈ സൗത്ത് ഗേറ്റിലേക്ക് കൊണ്ടുവരികയാണ്.